إن الحمد لله نحمده ونستعينه ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഇടപെടലിലും വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹ്യപരമായ എല്ലാ രംഗങ്ങളിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം ആരാധനാക്രമങ്ങളിലെല്ലാം നമുക്ക് പറ്റാവുന്ന അത്രയും നമ്മുടെ കഴിവിൻ്റെ പരമാവധി അനുസരിച്ച് ശ്രദ്ധ, സൂക്ഷ്മത എല്ലാം ഉണ്ടായിരിക്കണേ എന്ന് ആമുഖമായി ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദര സഹോദരിമാരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്.
നല്ല വ്യക്തികളായി, ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധ്യമായ വ്യക്തിത്വങ്ങളുടെ ഉടമകളായി ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മുടേതായ ഒരുപാട് നല്ല കാര്യങ്ങൾ സമ്മാനിച്ചുകൊണ്ട് വളരെ ശാന്തരായി സ്വസ്ഥരായി മരണപ്പെട്ടു പോകുവാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക. പടച്ച തമ്പുരാൻ അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. സൂറത്തുൽ സൽസല നമ്മൾക്ക് എല്ലാവർക്കും നപ്പാടമുള്ള ചെറിയ പരിശുദ്ധ ഖുർആനിലെ അധ്യായമാണ്. എല്ലാവർക്കും അതിൻ്റെ അർത്ഥവും ആശയവും ആ സൂറത്തൊക്കെ മനഃപ്പാടമുള്ള വ്യക്തികളാണ്. ഒരുപാട് തവണ നമ്മൾ മെമ്പറിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് കേട്ടിട്ടുണ്ട്. നിരവധി തവണ നമ്മളത് ഓതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ഒരുപാട് ആഴത്തിലാണ്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ആശയമൊക്കെ ചിന്തിച്ചാൽ ആ ഒരൊറ്റ സൂറത്ത് മതി. ആ ഒരൊറ്റ സൂറത്തിൻ്റെ ആശയം അനുസരിച്ച് നമ്മളങ്ങനെ ജീവിച്ചാൽ നമ്മുടെ ദുനിയാവും പരലോകവും നമ്മൾക്ക് സുരക്ഷിതമായി. അത്രയും സുന്ദരമാണ്, മനോഹരമാണ് അതിലെ ആയത്തുകളും അതിൻ്റെ അർത്ഥവുമെല്ലാം. ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു ഖുതുബയിൽ നമുക്കത് ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കാം. എന്താണ് സൂറത്തുൽ സൽസലയിൽ അല്ലാഹു നമ്മോട് പറയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? അതിലെ ആശയങ്ങൾ എന്താണ്? അതിൽ പറഞ്ഞ ആ വരികളിലൂടെയാണോ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം. ഇന്നത്തെ ഖുതുബയിൽ ഉദ്ദേശിക്കുന്നത് അത്രമാത്രമേ ഉള്ളൂ. അതായത് സൂറത്തിൻ്റെ തുടക്കം നമുക്കറിയാം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഈ ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ, ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലുള്ള ഒരു രംഗമാണ് ആ സൂറത്തിൽ അല്ലാഹു തആല പറയുന്നത്. അതായത് നമ്മുടെ ഈ ഭൂമി ഇപ്പോൾ വളരെ ശാന്തമാണ്, സ്വസ്ഥമാണ്. നമുക്ക് സമാധാനമായി ജീവിക്കാം, പാർപ്പിടങ്ങൾ ഉണ്ടാക്കാം, നമുക്ക് ആവശ്യമുള്ളതെല്ലാം നട്ടു വളർത്താം. കെട്ടിടങ്ങളും വീടുകളും എന്തു വേണമെങ്കിലും ഉണ്ടാക്കാം. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാം, അല്ലേ? നമ്മളൊക്കെ ഇന്നലെ രാത്രി ഒരു 4-5 മണിക്കൂർ നമ്മുടെ വീട്ടിലുള്ള കട്ടിലിൽ, ബെഡിൽ കിടന്നുറങ്ങിയപ്പോൾ വല്ല ചലനം ഉണ്ടായോ? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ സ്വസ്ഥമായി ഉറങ്ങി രാവിലെ എണീച്ചു. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ, കുറച്ച് വർഷങ്ങൾ, അതായത് എത്രയെന്ന് കറക്റ്റായിട്ട് പരിശുദ്ധ ഖുർആനിലോ റസൂലോ ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ അന്ത്യനാൾ വരുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പറ്റില്ല. വീടുകളും എല്ലാം പരസ്പരം ഇങ്ങനെ ആടി ഉലയും, പ്രകമ്പനം കൊള്ളും, ഭൂകമ്പം ഉണ്ടാവും. മരങ്ങളും മലകളെല്ലാം, മരങ്ങളൊക്കെ കടപുഴകും. നമുക്കറിയാം, പല പല സൂറത്തുകളിലും നമ്മൾ ഓതി കേട്ടതാണ്. അതോടൊപ്പം മലകളെല്ലാം ഈ പഞ്ഞി പോലെ ആയി മാറുന്നതാണ്. കടയപ്പെട്ട രോമം പോലെ, പഞ്ഞി പോലെയൊക്കെ, ധൂളി പോലെയൊക്കെ ഇങ്ങനെ ആകാശത്ത് കൂടി ലോകത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുള്ള മലകളും കൊടുമുടികളും പർവ്വതങ്ങളും ഇങ്ങനെ പാറി നടക്കുന്ന. ഇപ്പൊ പരിശുദ്ധ ഖുർആനിൽ മലയെ വിശേഷിപ്പിച്ചത് ഭൂമി ചെരിഞ്ഞു പോവാതിരിക്കാൻ വലിയ ആണികളായിട്ട് അല്ലാഹു
ഉണ്ടാക്കിയിരിക്കുകയാണ്, ഫിക്സ് ചെയ്തിരിക്കുകയാണ്. മൻഫൂഷ് എന്ന് പറയുമ്പോൾ ആ ആണികളെല്ലാം പിന്നെ പുറത്തേക്ക് വന്ന് അതിൽ നിന്ന് പഞ്ഞി പോലെ പാറി നടക്കും. അപ്പൊ ഭൂമിയുടെ ബാലൻസ് നഷ്ടപ്പെടും. അപ്പോഴാണ് ഈ സൂറത്തിൽ പറഞ്ഞ സംഗതി നടപ്പിലാക്കുക. ഇതാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അതിശക്തമായ രൂപത്തിൽ ഭൂമി പ്രകമ്പനം കൊള്ളുമ്പോൾ. എൻ്റെ ഖുതുബ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സംസാരം കേൾക്കുക എന്നതിലപ്പുറം ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കാഴ്ചാരൂപത്തിലൊന്ന് കണ്ടു. ഞാൻ പറയുന്നു, നിങ്ങളത് കേൾക്കുന്നു, നിങ്ങളിങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്നു. അതിലപ്പുറം ഈ പറയുന്നതിന് ആ ചിത്രരൂപത്തിലൊന്ന് കണ്ടു നോക്കുന്നു. അപ്പം അതൊരു വല്ലാത്തൊരു രസമായിരിക്കും. ഒരു കാലത്ത് കുറച്ചങ്ങോട്ട് പോകുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വലിയൊരു അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ശാന്തമായ സ്വസ്ഥമായ ഭൂമിയുടെ ആ സ്വസ്ഥത മാറി അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തെറിയപ്പെടുന്ന ഒരു രംഗം. അതൊന്ന് കണ്ടു നോക്കി. ഇതാ വളരെ പവർഫുള്ളാണ് ഈ വാക്കുകൾ, ഈ ആയത്. അതിശക്തമായ രൂപത്തിൽ ഭൂമി പ്രകമ്പനം കൊണ്ടാണ്. ഭൂമിക്കടിയിലുള്ള ഓരോ സംഗതികളും ഭൂമി പുറത്തേക്ക് വലിച്ചെറിയുന്ന അതൊന്ന് ചിത്രരൂപത്തിൽ കണ്ടോക്കി. നമ്മുടെ വല്യപ്പന്മാരും വല്യമ്മമാരും അവരുടെ വല്യപ്പന്മാരും വല്യമ്മമാരും ഇങ്ങനെ കഴിഞ്ഞ എത്രയോ തലമുറകൾ ഇന്ന് 6 അടി മണ്ണിന് ഉള്ളിലാണ്, കബറിലാണ്. അപ്പൊ ആ മൃതശരീരമൊക്കെ ആ എല്ലുകളിൽ ജീവൻ വെച്ച് അവരൊക്കെ ഇങ്ങനെ അടിയിൽ നിന്ന് മുകളിലോട്ട് ഇങ്ങനെ വരുന്ന അരങ്ങാണെന്ന് പറയുന്നത്. ചിത്രരൂപത്തിൽ നിന്ന് കണ്ടുപോയി പറയുന്നത്. കേൾക്കല്ലേ, കേൾവിയെക്കാട്ടിലും സുന്ദരാണ് അതിൽ നിന്ന് ആ പറയുന്ന ആ ഒരു സംഗതിയെ ചിത്രരൂപത്തിൽ കാണുന്നത്. അതവിടെ പതിയും, അത് പിന്നെ ഒരിക്കലും മാറി പോയില്ല. അതാണ് നമ്മുടെ മനസ്സിൻ്റെ ഉപബോധ മനസ്സിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ ഉപബോധ മനസ്സിന് ചിത്രങ്ങൾ, ഇമേജുകൾ, പിക്ചറുകൾ മാത്രമേ അറിയുള്ളൂ. വാക്കുകൾക്ക് അവയെ പിടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും അത് പിക്ചർ രൂപത്തിൽ നമ്മൾ ഫീലിങ്സോടുകൂടി ഒന്ന് മനസ്സിലാക്കിയാൽ അതവിടെ ശരിക്കും ഉള്ളൂ. നമ്മുടെ ജീവിതം തന്നെ മൊത്തത്തിൽ മാറിപ്പോകും. ഭൂമിക്കടിയിലുള്ളതെല്ലാം ഭൂമി പൊക്കിയെടുത്ത് പുറത്തേക്ക് വലിച്ചെറിയും. അപ്പൊ ലോകത്തുള്ള എല്ലാ മഖ്ബറകളും മണ്ണിനടിയിൽ എത്രമാത്രം ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ ആരൊക്കെ മരണപ്പെട്ട് ഭൂമിക്കടിയിലുണ്ടോ, അത് ലോകത്തിന്റെ എവിടെയാവട്ടെ അവിടെയൊക്കെ അത് സംഭവിക്കും. എത്രമാത്രം എന്താ പറയുക, ശക്തിയേറിയ ഒരു കാര്യമാണ് സൂചിപ്പിക്കുന്നത്. നമ്മളതൊക്കെ ഇടയ്ക്കൊന്ന് ഓർത്തു നോക്കണം. അന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ചോദിക്കും, ഇത് പറ്റി ഭൂമിക്ക്. എന്താണ് ഈ ഭൂമിക്ക് പറ്റിയത്? ആ ഒരു ദിവസം ഭൂമി അതിൻ്റെതായ സംസാരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇന്ന ആൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നതെല്ലാം ചെയ്തു എന്നിങ്ങനെ
ഓരോ സ്ഥലവും സംസാരിക്കും എന്നതാണ്. ബിഅന്ന റബ്ബക ഔഹാ ലഹാ, ഭൂമിക്ക് സംസാരശേഷി അന്ന് അല്ലാഹു തആല നൽകും. അതിനോട് സംസാരിക്കാൻ ആവശ്യപ്പെടും. ഞാൻ ഈ പറഞ്ഞതൊക്കെ ആ ഒരു അർത്ഥത്തിൽ, ആ ഒരു ചിത്രരൂപത്തിൽ എനിക്കും നിങ്ങൾക്കും ഓർക്കാൻ പറ്റുന്നുണ്ടോ? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ യൗമഇദിൻ യസ്ദുറുൻ നാസു അശ്താഖൻ ലിയറൗ അഅ്മാലഹും, കൂട്ടം കൂട്ടമായി, സംഘം സംഘമായി ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒരു പ്രത്യേക സ്ഥലത്തേക്ക്, പ്രത്യേകമായ ഒരു മൈതാനത്തേക്ക് യാത്ര പോകും അന്ന്. അതാണ് മഹ്ശറ. ഈ ഭൂമിയൊക്കെ ആകെ എല്ലാം തച്ച് തകർക്കപ്പെട്ട് എവിടുന്ന് എവിടേക്ക് നോക്കിയാലും ഒരു വളവോ തിരിവോ കയറ്റമോ ഇറക്കമോ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥ. എവിടെ നോക്കിയാലും എങ്ങനെ കാണാൻ പറ്റുന്നൊരവസ്ഥ. അങ്ങനെ വിശാലമായ ഒരു മൈതാനത്തിലാണ്, മഹ്ശറയിലാണ് മനുഷ്യരെ അല്ലാഹു പിന്നീട് ഒരുമിപ്പിച്ച് കൂട്ടുന്നത്. അതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. യൗമഇദി യസ്ദുറുൻ നാസ്, ആ ദിവസം അന്ത്യനാളിൽ യസ്ദുറുൻ നാസ്, ആളുകൾ മുന്നിൽ പോകും. അശ്താഖൻ, പല പല സംഘങ്ങൾ. ലിയറൗ അഅ്മാലഹും, അവർ ചെയ്ത ഓരോ പ്രവൃത്തികളും കാണാൻ വേണ്ടി, അറിയാൻ വേണ്ടി, അനുഭവിക്കാൻ വേണ്ടി. അപ്പോ നല്ല പ്രവർത്തികൾ, നല്ല വർക്കുകൾ, നല്ല ചിന്തകൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ? ഖൈറൻ യറ, അതവന് വായിക്കാൻ പറ്റും, അതവന് കാണാൻ പറ്റും, അതവന് ഫീൽ ചെയ്യാൻ പറ്റും, അതവന് അനുഭവിക്കാൻ പറ്റും. ഒരു ചെറിയ കടുകുമണി തൂക്കം, ഒരു ചെറിയ അണുവിൻ്റെ തൂക്കം നന്മ ചെയ്താൽ പോലും അതവനവിടെ കാണാം. എവിടെ കാണാം? പരലോകത്ത് നമ്മളെത്തിയിട്ട് നമുക്ക് തന്നെ അതൊക്കെ ശരിക്കും ലൈവായിട്ട് കാണാൻ പറ്റും. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് വെള്ളിയാഴ്ച കുറച്ച് പേര് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? ഞാൻ ഖുതുബ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇത് നമ്മൾ ചെയ്ത ഒരു പ്രവർത്തനമാണ് അല്ലേ? അപ്പം ഈ ഒരു പ്രവൃത്തി നമുക്ക് പരലോകത്ത് കാണാൻ പറ്റുമോ? പറ്റണമല്ലോ. തീർച്ചയായിട്ടും പറ്റും, തീർച്ചയായിട്ടും പറ്റും. അപ്പോൾ ഇത് ഒരു വീഡിയോ രൂപത്തിൽ നമ്മളുടെ ബുക്കിൽ, ആ ഗ്രന്ഥം എങ്ങനെയാണെന്ന് ഇപ്പോൾ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എങ്കിലും മനുഷ്യരായ നമ്മളൊക്കെ കണ്ടെത്തിയ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്, പോക്കറ്റിലൊക്കെ ഉണ്ട് അല്ലേ? അതന്നെ നമ്മൾക്ക് ചിന്തിക്കാനുള്ളതും അപ്പുറമാണ്. ഇത്രയും വലിയ സംവിധാനം മനുഷ്യരായ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ, മിന്നാണ് വായിച്ചു, നിങ്ങളും വായിച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പൊക്കെ നമ്മുടെ കയ്യിലുള്ള അല്ലേ, നമ്മുടെ കീഴിലുള്ള കാറുകളിലൂടെ നമ്മൾ റോഡിലൂടെയാണ് പോവുക. ഇനി ചൈനക്കാർ കണ്ടെത്തിയ കാറ് റോഡിലൂടെ പോകുമ്പോൾ വേണമെങ്കിൽ ആകാശത്തു കൂടി പറന്നു പോവാം. അത്രയും ഉഷാറായി നമ്മളൊക്കെ. മനുഷ്യൻ നന്നായിട്ട് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു നമുക്ക് പരലോകത്ത് തരുന്ന ആ ഗ്രന്ഥത്തിൻ്റെ രൂപം, രീതി, അത് എങ്ങനെയായിരിക്കും നമുക്ക് ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. അവിടെ പറഞ്ഞത് ഇതാ നിന്റെ പുസ്തകം നീ പിടിക്കൂ, എന്നിട്ടൊന്ന് വായിച്ചു നോക്കൂ. കഫാ, അത് മതി. ആ ഒരു മറിച്ചു നോക്കൽ, നിങ്ങൾക്ക് തരുന്ന ആ ബുക്കിനെ
വെറുതെ ഒന്ന് ഓരോ പേജ് ഇങ്ങനെ നോക്കുമ്പോൾ അത് മതി. അതന്നെയാണ് ശരിക്കും വിചാരണ. പിന്നെ അള്ളാഹു വിചാരണ ചെയ്യേണ്ട ഒരു ആവശ്യം പോലില്ല. കാരണം അതിലൊന്നും ബാക്കിയില്ല. ഇതെന്തൊരു പുസ്തകമാണ്. നമ്മൾ പറയും അതിലൊന്നും വിട്ടുപോയിട്ടില്ല. സഗീറത്തൻ വലാ കബീറ, ചെറുതോ വലുതോ ആയ ഒന്നും അതിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അത്രയും സൂക്ഷ്മമായി, അത്രയും ശ്രദ്ധയോടുകൂടി പകർത്തപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ കയ്യിൽ കിട്ടുക. നമ്മളത് ആലോചിക്കണ്ടേ? അപ്പൊ അത്രയും പവർഫുള്ളാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത്. ആളുകളെല്ലാം ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുന്നു. അഷ്ടാത്തൻ ഗ്രൂപ്പായി, സംഘങ്ങളായി. ലിയുറൗ അഅ്മാലഹും, അവർക്ക് അവരുടെ പ്രവർത്തന രേഖ കാണിച്ചു കൊടുക്കാൻ. ആരെങ്കിലും ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് കാണും, അവനത് കാണും, അവനത് അനുഭവിക്കും, അവനത് മനസ്സിലാവും. ഈ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് ചെറിയ 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 ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വന്നു പോയി. അതും അവന് കാണാൻ പറ്റും, അതും അവന് ഫീൽ ചെയ്യാൻ പറ്റും, അതും അവന് ആസ്വദിക്കും. ഈ ഒരൊറ്റ സൂറത്ത് പോലെ നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ. ഒരൊറ്റ ഈ ചെറിയൊരു അധ്യായം പോലെ ഇതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മൾ സൂക്ഷ്മതയുള്ള ശ്രദ്ധാലുക്കളായ ആളുകളായി മാറും. അതുകൊണ്ട് ഈ ഒരു സൂറത്തിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ പ്രത്യേകം ഫോക്കസ് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, അത് നിസ്കാരം, നോമ്പ്, സകാത്ത്, ഹജ്ജ്, ഉംറ, ഖുർആൻ പാരായണം, അത് മാത്രല്ല നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അല്ലേ, നമ്മൾ ഓട്ടുന്ന വാഹനം, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, ഇതിലൊക്കെ നമ്മൾ ഓരോരോ പ്രവർത്തികൾ ചെയ്യാണ്. വാഹനം ഉപയോഗിച്ച്, മൊബൈൽ ഉപയോഗിച്ച്, ഇങ്ങനെ എന്തെല്ലാം വർക്കുകൾ, എന്തെല്ലാം പ്രവർത്തികൾ, പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. അവിടെ ആയുസ്സോ വയസ്സോ ഒന്നും പ്രശ്നമില്ല. കിട്ടിയ അവസരം, കിട്ടിയ ആയുസ് ഉപയോഗിച്ച് എന്ത് ചെയ്തു, എന്ത് ചിന്തിച്ചു, എന്ത് നോക്കി, എന്ത് കണ്ടു, എന്ത് ഇടപെട്ടു, അതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ബോധമുള്ളവരാകും. നമ്മളെല്ലാവരും ബോധത്തോടുകൂടി ജീവിക്കുക. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അത് എത്ര ചെറുതാവട്ടെ, എത്ര വലുതാവട്ടെ, അത് എന്താവട്ടെ, ആ ഒരു പ്രവർത്തനം വളരെ മനോഹരമാക്കുക. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി പള്ളിയിലിരിക്കുകയാണ്, ഫുട്ബോൾ കളിക്കുകയാണ്, അത് ശ്രദ്ധിച്ച് കളിക്കുക, അതൊരു പ്രവൃത്തിയാണ്. ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പറയുകയാണ്, അത് വളരെ മനോഹരമാക്കുക. നിങ്ങളത് ഭംഗിയായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെ എവിടെയാണെങ്കിലും, എപ്പോഴാണെങ്കിലും, ഏത് അർദ്ധരാത്രിയാണെങ്കിലും, ഏത് പകലാണെങ്കിലും, അത് ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ നമ്മളായിട്ട് നമ്മുടെ മൂല്യമനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി വളരെ ഭംഗിയുള്ളതും മൂല്യമുള്ളതുമാക്കിയാൽ നമ്മൾ സേഫായി. ദുനിയാവും രക്ഷപ്പെട്ടു, ലോകത്തും രക്ഷപ്പെട്ടു. അതുകൊണ്ട് വളരെ ബോധത്തോടുകൂടി, സൂക്ഷ്മതയോടുകൂടി, ശ്രദ്ധയോടുകൂടി ജീവിക്കുവാൻ ശ്രമിക്കുക. അല്ലാഹു നമ്മെവരെയും സഹായിക്കുന്നു. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد
മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ യൂസികും സാനിയൻ ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, നമ്മൾ പറഞ്ഞു വന്നത് പരിശുദ്ധ ഖുർആനിലെ ഒരു ചെറിയ സൂറത്തിൻ്റെ ആശയവും അർത്ഥവുമാണ്. അതിൻ്റെ അവസാന ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി സൂചിപ്പിച്ചു. നമ്മളൊരു പ്രവൃത്തി ചെയ്താൽ ആ പ്രവർത്തനത്തിൻ്റെ ഫലം പരലോകത്ത് നമ്മൾ ആസ്വദിക്കേണ്ടി വരും, അറിയേണ്ടി വരും എന്നാണ് ഈ സൂറത്തിൻ്റെ അർത്ഥം, ആശയം. ഇത് തന്നെയാണ് നമ്മൾ എല്ലാ ഖുതുബകളിലും എല്ലാ ഖുർആൻ ക്ലാസ്സിലും എല്ലാ വയലുകളിലും കേൾക്കാറുള്ളത്. അതങ്ങനെ തന്നെയാണ്. എന്നാൽ നമ്മളൊക്കെ കേട്ടിട്ടില്ലേ ഈ കർമ്മഫലം എന്നൊക്കെ? നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിങ്ങൾ എന്ന രൂപത്തിൽ അത് പരലോകത്താണ്. ആ ഒരു സംഗതി ഈ ദുനിയാവിലും നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതിപ്പോൾ ഞാനും നിങ്ങളൊക്കെ നിലവിൽ അനുഭവിക്കുന്നുണ്ടാവും. അതായത് ആ സൂറത്തിൽ പറയുന്നത് ഒരു അണുമണിത്തൂക്കം നന്മ ചെയ്താൽ നിങ്ങൾക്ക് അത് പരലോകത്ത് അനുഭവിക്കാം. ഒരു ചെറിയ തിന്മ ചെയ്താൽ അതും നിങ്ങൾക്ക് പരലോകത്ത് അനുഭവിക്കാം. ഒരു വലിയൊരു നല്ല കാര്യം ചെയ്താൽ അതിൻ്റെ കൂലി പരലോകത്തുണ്ട്. ഒരു വലിയൊരു തെറ്റ് ചെയ്താൽ അതിൻ്റെ കുറ്റവും പരലോകത്തുണ്ട്. ഇതാണ് ആ സൂറത്തിൽ പറയുന്നത്. എങ്കിലും നമ്മളിപ്പോൾ പരലോകത്ത് എത്തിയിട്ടില്ല, അല്ലേ? നമ്മൾ കുറച്ച് വർഷങ്ങളായി ഈ ഭൂമിയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിച്ച, പ്ലാൻ ചെയ്ത, നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച, പ്ലാൻ ചെയ്ത, ആലോചിച്ച ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോ നമ്മൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? നമ്മുടെ വയസ്സ് എത്ര ആയിക്കോട്ടെ, കഴിഞ്ഞു പോയ ഇന്നലകളിൽ നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയോട് വല്ലാത്ത ദേഷ്യം, ആ ദേഷ്യത്തിന്റെ ഫലം ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ പരാജയമൊക്കെ. കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മൾ കുറേ നല്ല കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിച്ചു, പ്ലാൻ ചെയ്തു. അതിനുവേണ്ടി നമുക്ക് പറ്റാവുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലം ഇപ്പം നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മുടെ ജോലിയായിട്ടോ നമ്മുടെ സാമ്പത്തിക സ്രോതസ്സൊക്കെ ആയിട്ട് ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. കഴിഞ്ഞു പോയ കാലങ്ങളിൽ നമ്മൾക്ക് വല്ലാത്ത പേടിയായിരുന്നു. എന്തെങ്കിലും തരത്തിലുള്ള അസുഖം വരുമോ, എൻ്റെ മക്കൾ അതാവോ, എൻ്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നം വരുമോ, ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള അനുഭവമാണ്, ചിന്തകളാണ് നമ്മുടെ മനസ്സിനകത്ത് കൂടി കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിപ്പോ സംഭവിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഈ നിമിഷം, ഇന്നും ഇന്നലെയും നാളെയൊക്കെ നമ്മൾ ചിന്തിക്കുക, എനിക്ക് രോഗം വരുമോ, എൻ്റെ ബിസിനസ് ഞാൻ പരാജയപ്പെടുവോ, എൻ്റെ കുടുംബം തകർന്നു പോകുമോ? ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും ഇന്നലെയും നാളെയൊക്കെ നമ്മളുടെ മനസ്സിനകത്ത് കൂടി കടന്നു പോകുന്ന ചിന്തകളെങ്കിൽ സുഹൃത്തുക്കളെ, അത് വളരെ വൈകാതെ അത് സംഭവിക്കും. അങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ആയത്തിൽ പറയുന്നത് നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന, അതിൻ്റെ മറ്റൊരു വശത്തെ പറയുന്നതേ നമ്മൾ ആലോചിച്ചു കൂട്ടിയ, നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അതാണ് സംഭവിക്കുക. ആ കാര്യങ്ങൾ സംഭവിക്കാൻ വേണ്ടി അള്ളാഹു പെർമിഷൻ തരികയാണ്. അല്ലാതെ കുറച്ചാളുകൾ ഇന്ന ആള് നരകത്ത്, അയാളും നരകത്ത്, മറ്റേ ആളും നരകത്ത്,
ഇയാൾ സ്വർഗം, നിങ്ങളൊക്കെ സ്വർഗത്തിൽ, നിങ്ങളൊക്കെ നരകത്തിൽ. അതല്ലാതെ ഈ ഭാഗത്ത് ഇരിക്കുന്ന ഒരു 10 ആള് സമ്പന്നർ, ഈ ഭാഗത്ത് ഇരിക്കുന്നവരൊക്കെ ജീവിതത്തിൽ മൊത്തം എന്നും ദരിദ്രരും പരാജയപ്പെട്ടവർ, ഈ ഭാഗത്ത് ഇരിക്കുന്നവരൊക്കെ ഒരു ഏവറേജ്, ഒരു മീഡിയം ലെവൽ. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും അള്ളാഹു അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. പലപ്പോഴും നമ്മുടെ സംസാരത്തിൽ അങ്ങനെയൊക്കെയാണ് വരുന്നത്. അയാൾക്കെന്നും വെച്ചടി ഉയരാണ്, നമുക്കൊന്നും ഇങ്ങനെയാണ്. നമ്മൾ നിസ്കരിക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എന്നിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കുക. മറ്റേയാൾ നിസ്കാരമില്ല, നോമ്പുമില്ല, എല്ലാം മഹാകച്ചായിട്ട് പോകുന്നു. അയാൾ അങ്ങനെ ഉയർന്നു പോകുന്നു. ഇതല്ലേ നമ്മൾ നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. ആ മനുഷ്യൻ നിസ്കാരം, നോമ്പ്, പ്രാർത്ഥനയൊന്നുമില്ലെങ്കിലും അയാൾ കൃത്യമായ മൈൻഡ് സെറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ്. നമ്മളോ നിസ്കാരം, നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറ്റം പറഞ്ഞും പേടിച്ചും നെഗറ്റീവായി ചിന്തിക്കുന്ന വ്യക്തിയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം തന്നെ ആവർത്തിക്കുന്നു. 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നു, നന്നായി പ്രാർത്ഥിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു, ഖുർആൻ പാരായണം ചെയ്യുന്നു, ഇതെല്ലാം നല്ല കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എന്നും പരാജയം, രോഗങ്ങൾ, ധൈര്യം, എന്നിട്ട് നമ്മൾ അതിന് പേരിടും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷ. നമ്മളൊരു സമാധാനത്തിന് വേണ്ടി പറയും ഇതെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണം. ഈ പരീക്ഷണം എന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് മനസ്സിലാക്കിയാൽ അതിൻ്റെ ഒക്കെ പ്രശ്നം വരും. ടെസ്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മലയാളം എന്താ? ബ്ലഡ് പരിശോധിക്കും. അപ്പം അള്ളാഹു നമ്മുടെ ജീവിതത്തെ ടെസ്റ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുകയാണ്. എന്താണ് നമ്മൾ ആ സന്ദർഭത്തിൽ നമ്മുടെ മാനസിക നിലപാട് എന്ന് അള്ളാഹു പരിശോധിക്കാൻ മാത്രമാണ് ചെയ്തത്. അല്ലാതെ അള്ളാഹുവിന് നമ്മളോട് വല്ലാത്ത ദേഷ്യം ഉണ്ടായത് ഗുണമൊന്നുമല്ല. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നന്മകളാണ് ചിന്തിക്കുന്നതെങ്കിൽ, പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അത് തന്നെയാണ് ഈ ഭൂമിയിലും പരലോകത്തും നമ്മൾ കിട്ടുക. നമ്മളെപ്പോഴും നെഗറ്റീവാണ്, കുറ്റപ്പെടുത്താണ്, പേടിയാണ്, ടെൻഷനാണെങ്കിൽ അതന്നെ ഇവിടെ കിട്ടുള്ളൂ. അത് തന്നെ ഇവിടെ കിട്ടുള്ളൂ. നിസ്കാരവും നോമ്പും മറ്റൊക്കെ അത് മറ്റൊരു തലമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരു സൂറത്തിൻ്റെ ആശയവും അർത്ഥവും കൃത്യമായി മനസ്സിലാക്കി തിരിച്ചാൽ ഈ ഒരൊറ്റ സൂറത്ത് മതി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ. ബാബു സഹായിക്കുമാറാവട്ടെ. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ലോകത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു സമാധാനം, ശാന്തി, സ്വസ്ഥത, സന്തോഷം, പുരോഗതി എല്ലാം നൽകുമാറാവട്ടെ. ആരോഗ്യമുള്ള മനസ്സും ആരോഗ്യമുള്ള ശരീരവും അള്ളാഹു നമുക്ക് നിലനിർത്തുമാറാവട്ടെ. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും, കണ്ണും, മൂക്കും, കൈകളും, കാലും, കിഡ്നിയും എല്ലാം, അകത്തും പുറത്തുമുള്ള ഓരോ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്ന, പ്രവർത്തനക്ഷമതയുള്ള, ഊർജ്ജസ്വലതയുള്ള അവയവങ്ങളാക്കി അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ. നമ്മുടെ ഇടകളിലൂടെ, മക്കളിലൂടെ അള്ളാഹു സന്തോഷം, സംതൃപ്തി, പുരോഗതി, പ്രതീക്ഷ എല്ലാം നിലനിർത്തി പെരുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖലകൾ പരമാവധി പുരോഗതിയുള്ള മേഖലകളായി അള്ളാഹു മാറ്റി പെരുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഇല്ലാ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി